ഹലോ എവ്രി വൺ. ഏണിസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികയുടെ സിലബസ് PSC ഇഷ്യൂ ചെയ്യുകയുണ്ടായി. സോ സിലബസിന്റെ ഓരോ യൂണിറ്റും അതിനനുബന്ധിച്ച് വരുന്ന കണ്ടന്റും അതിലെ ടോപ്പിക് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അതിന്റെ മാർക്ക് വെയിറ്റേജും എല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ഡെപ്തിൽ നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് മോഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ആണ്. അതിൽ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 10 മാർക്സിലാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ടോപ്പിക് വരുന്നത് കമ്പ്യൂട്ടർ പെരിഫറൽസ് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ കമ്പോണൻസ് എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ റിഗാർഡിങ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്താൽ അതിലൊരു ഹാർഡ്വെയർ ഉണ്ടാകും, സോഫ്റ്റ്വെയർ ഉണ്ടാകും. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മദർ ബോർഡ് കമ്പോണൻസ്, അതിന്റെ വേരിയസ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതിന്റെ യൂസ് എന്താണ്, അതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ കമ്മിങ് ടു ദ ടോപ്പിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്കറിയാം എന്താണ് ഹാർഡ്വെയറിനെ യൂസറിന് ലെവലിൽ യൂസറിന് ഇന്ററാക്ട് ചെയ്യാനായിട്ട്, ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ വിൻഡോസ് OSന്റെ ഒക്കെ മെയിൻ ഫീച്ചേഴ്സ് ആണ് ഇതിൽ ടോപ്പിക്കായിട്ട് വരുന്നത്. ദെൻ അതിന്റെ ഷോർട്ട് കട്ട് കമാൻഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ വേരിയസ് ടൈപ്സ് ഓഫ് മെമ്മറി, നമുക്കറിയാം റാം, റോം മുതലായിട്ടുള്ള വേരിയസ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഉണ്ട്. സോ അതിന്റെ കൺസെപ്റ്റുകളും അതിന്റെ ഫീച്ചേഴ്സും ആണ് ദെൻ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഹാർഡ്വെയറിനകത്തുള്ള പവർ ഫെയിലിയേഴ്സ്, അതുപോലെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തന്നെ എറേഴ്സ് ആണ്. ഇനി അതെല്ലാം ഹാർഡ്വെയറിന്റെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓവർ ഹീറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്ന മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ സൊല്യൂഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മോഡ്യൂളിലുള്ളത്. പിന്നെ യൂസേജ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ആന്റിവൈറസ്. നമുക്കറിയാം ഒരു സിസ്റ്റത്തിന് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഈ ആന്റിവൈറസ് എല്ലാം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക് ക്ലീനപ്പ് മുതലായിട്ടുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം തന്നെ ഈ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ബേസിക് ഡോസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമാൻഡ്സ്. നമുക്കറിയാം ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അത് ഒരു ഏർലിയർ വേർഷൻ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് വന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഇന്റേണൽ കമാൻഡ്സ്, അതായത് നമുക്കിപ്പം ഓൾറെഡി ലിനക്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ കുറച്ച് ബേസിക് കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഡയറക്ടറി, അതുപോലെ തന്നെ ചേഞ്ച് ഡയറക്ടറി ഒക്കെ ഉള്ളത് ഇന്റേണൽ കമാൻഡ്സ് ആണ്. അതുപോലെ അതിന്റെ എക്സ്റ്റേണൽ കമാൻഡ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ കമാൻഡ്സ് ഇത്രയേ ഉള്ളൂ. മേ ബി ഈ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കമാൻഡ്സിനെയാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കമാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വരുന്ന ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നമുക്കറിയാം എപ്പോഴും ഫ്രീലി ഡൗൺലോഡബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, അതുപോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫീച്ചേഴ്സ്, ദെൻ അതിന്റെ കറസ്പോണ്ടിങ് സ്ട്രക്ചർ എന്താണ്. അതുപോലെ നമുക്കറിയാം ലിനക്സ് ഫോളോ ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഫയൽ സിസ്റ്റം ആണ്. ദെൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ലിനക്സിന്റെ കമാൻഡ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് എപ്പോഴും നമുക്ക് ഇതായിട്ട് വരുന്ന എന്താണ്, ലിനക്സിന്റെ കമാൻഡ്സ് അറിയാം. LS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിയിലെ ഫയൽസ് അല്ലെ കണ്ടന്റ്സിനെ എല്ലാം ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള കമാൻഡ്സ് ആണ് LS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു ചേഞ്ച് ഡയറക്ടറി, അതുപോലെയുള്ള കമാൻഡ്സ് എല്ലാം തന്നെ ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി 10 മാർക്സ് ആണ് ഈ മോഡ്യൂളിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത മോഡ്യൂൾ, സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് യൂസിങ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ എന്താണ് ആപ്ലിക്കേഷൻ, നമുക്കൊരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ നീഡ് ഓഫ് ആപ്ലിക്കേഷൻസ് അനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ നമുക്കറിയാം MS വേർഡ് ആണ്. സോ ആ MS ഓഫീസുമായിട്ട് കറസ്പോണ്ടന്റ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ആണ് MS വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അതിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഓഫീസ് ബട്ടൺസ്, നമുക്കറിയാം ഏറ്റവും മുകളിലായിട്ട് അതിന്റെ ടാബ് ഉണ്ട്, ബട്ടൺസ് ഉണ്ട്, ഓരോ ടൂൾ ബാർസ് ഉണ്ട്. ആ ഓരോ ടൂൾ ബാറിന്റെ കണ്ടന്റും നമുക്ക് വേണ്ട ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് ഏത്
ടൂൾ അല്ലെ ഏത് ടൂൾ ബാർ ആണ് എന്നൊക്കെ ഉള്ളത് സെലക്ട് ചെയ്യുന്നതാണ് ഇതിനകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ, അത് സേവ് ചെയ്യാൻ, ദെൻ ഫോർമാറ്റ് ചെയ്യാൻ, പിന്നീട് അതിന് ശേഷം ഒരു ഹാർഡ് കോപ്പി ലെവലിലോട്ട് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ പ്രിന്റ് ചെയ്യാൻ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് MS വേർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വർക്കിംഗ് വിത്ത് ഒബ്ജക്ട്സ്, മാക്രോ, മെയിൽ മെർജ് ആൻഡ് ടെംപ്ലേറ്റ്സ്. ഓക്കെ, ഇതിൽ ഇത്രയേ ഉള്ളൂ. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഈ MS വേർഡിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഷേപ്സ്, അതുപോലെ തന്നെ ഇമേജസ് എന്നൊക്കെ ഉള്ളതാണ് ഇതിൽ ഒബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. ആൻഡ് മാക്രോ എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് MS വേർഡിന്റെ യൂസോട് കൂടിയിട്ട് തന്നെ നമുക്ക് വിഷ്വൽ ബേസിക് ഒരു ലെവലിലോട്ട്, ഒരു ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിൽ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് മാക്രോസ് ഉണ്ട്. ഓക്കെ, ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ടാസ്ക് എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിഷ്വൽ ബേസിക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് മാക്രോസ് എന്ന് പറയുന്നത്. ദെൻ മെയിൽ മെർജ് നമുക്കറിയാം എന്താണ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സും MS വേർഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ MS വേർഡ് റിഗാർഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ ഈ സെക്കൻഡ് മോഡ്യൂളിലുള്ളത്. അതും ഒരു ഷോർട്ട് മോഡ്യൂൾ ആണ് എങ്കിൽ തന്നെയും 10 മാർക്സിനായിട്ടാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യും എന്നുള്ളതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് മോഡ്യൂള് യൂസിങ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ പറയേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്പ്രെഡ്ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ പിക്ടോറിയൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ, ഇപ്പൊ ചാർട്ട്സ്, നമ്മുടെ കാൽക്കുലേഷൻസ് യൂസ് ചെയ്തിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചാർട്ട്സ് യൂസ് ചെയ്യാറുണ്ട്, ടേബിൾസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് അഥവാ MS Excel നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കറിയാം റോസ് ആൻഡ് കോളംസ് ആണ് വരുന്നത്. ദെൻ അതിന്റെ ആ ഒരു ഇന്റർസെക്ടിങ് ഇതിനെയാണ് നമ്മൾ ഒരു സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ആ ഒരു സെൽ റെഫറൻസിങ് എങ്ങനെയാണ്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിങ്കിങ് ഷീറ്റ്സ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം സ്പെസിഫൈ ചെയ്യുന്നതാണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്നത്. ദെൻ ഇതിലുള്ള കാറ്റഗറീസ് ഓഫ് എക്സൽ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഒരു ടേബിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫിൽട്ടർ ചെയ്യുക, ദെൻ ഡേറ്റാനെ വാലിഡേറ്റ് ചെയ്യുക. ദെൻ എന്താണ് സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബേസിക്കലി സോർട്ടിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്, എന്നാ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള സോർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഫിൽട്ടറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഓരോ ഡേറ്റയും അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണോ വരുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്ന എന്നുള്ളതാണ് വരുന്നത്. ഡേറ്റ വാലിഡേറ്റ് ചെയ്യുന്ന നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇതിൽ ആ ഡേറ്റ വാലിഡ് ആണോ, ഒരു റേഞ്ചിൽ ആ ഡേറ്റ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെയാണ് ഡേറ്റ വാലിഡേഷനകത്ത് പറയുന്നത്. ദെൻ ഈ ഒരു നമുക്ക് ഈ ഡേറ്റാനെ അനലൈസ് ചെയ്തതിന് ശേഷം അതിനെ ചാർട്ട്സ് ആയിട്ടും ഡേറ്റ ടേബിൾസ് ആയിട്ടും, ദെൻ പിവറ്റ് ടേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജനറൽ കൺസെപ്റ്റ് ഇത്രയാണ്. നമുക്കൊരു ഡേറ്റാ സെറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനായിട്ടും ദെൻ അതിനെ ഒരു ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു റോസ് ആൻഡ് കോളം വാല്യൂ ആയിട്ട് നമുക്ക് അതിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് ഗോൾ സീക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു അനാലിസിസ് ടൂൾ ആണ്. ഒരു ഗോൾ കാണും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമുക്കൊരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഡിസൈഡ് റിസൾട്ട് ഉണ്ടാകും. ആ ഡിസൈഡ് റിസൾട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഒരു ഇൻപുട്ട് വാല്യൂ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സലില് ഗോൾ സീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഇതാക്കുന്നത്. ഓക്കെ, അത്രയുമാണ് ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതും 10 മാർക്സ് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് യൂസിങ് പവർ പോയിന്റ് പ്രസന്റേഷൻ. നമുക്കറിയാം നമ്മൾ MS ഓഫീസിന്റെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഓൾറെഡി കണ്ടു. ദെൻ അടുത്തതാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഡീറ്റെയിൽസ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇമേജ് എഡിറ്റിംഗ് ഉണ്ട്, പ്രസന്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ്, അതുപോലെ ഇമേജ് എഡിറ്റിംഗ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രസന്റേഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓരോ ഇമേജിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സ്, അതുപോലെ അതിന്റെ യൂസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഈ ഒരു പ്രസന്റേഷൻ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. ജസ്റ്റ് സ്ലൈഡ്സ് മാത്രമല്ല, ആ സ്ലൈഡിനെ എങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഏറ്റവും ഒരു ഡിസൈൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാന്നുള്ളതെല്ലാം നമുക്ക് പവർ പോയിന്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഒരു എൻ്റയർ പവർ പോയിന്റ് പ്രസന്റേഷനെ നമ്മൾ സ്ലൈഡ് ഷോ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഒരു ഫൈൻ ട്യൂണിങ്ങും പ്രസന്റേഷനും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മോഡ്യൂളാണിത്.
ഓക്കെ, ഇതൊരു ബേസിക് ആയിട്ടുള്ള മോഡ്യൂൾ ആണ്. ഈ മൂന്നെണ്ണം കമ്പാരിറ്റീവ്ലി എല്ലാം 10 മാർക്സ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ ഇസ് ഡേറ്റാബേസ് കൺസെപ്റ്റ്. ഓക്കെ, ഡേറ്റാബേസ് നമുക്കറിയാം എന്താണ്, ഒരു ഡേറ്റയുടെ ഒരു റെപ്പോസിറ്ററി ആയിട്ട് ഒരു സ്റ്റോറേജ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഈസ് DBMS ആൻഡ് RDBMS എന്ന് പറയുന്നത്. DBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, അതിൽ യൂസേഴ്സിന് തന്നെ ഡേറ്റാനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, സ്റ്റോർ ചെയ്യാൻ സാധിക്കും, റീസ്റ്റോർ ചെയ്യാം, അതുപോലെ റിട്രീവ് ചെയ്യാം. അതെല്ലാം നമുക്ക് DBMS ചെയ്യാൻ പറ്റും. അതേസമയം RDBMS റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അവിടെ ഡേറ്റാനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ടേബിൾസ് ആയിട്ടായിരിക്കും. ആ ടേബിൾസിൽ തന്നെ റോസ് ആൻഡ് കോളംസ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ മോഡൽസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ആ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഒരു എൻ്റയർ ഡേറ്റാബേസ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസ് യൂസേഴ്സ്, ആ യൂസറിന്റെ ലെവൽസ് ഏതൊക്കെയാണോ അതിനനുസരിച്ച് ആ ഡേറ്റാബേസിന്റെ പ്രയോറിറ്റി എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് ഡേറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. ഡേറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് എന്താണ്, ഡേറ്റ അല്ലെങ്കിൽ ഒരു ഡേറ്റയുടെ സ്ട്രക്ചർ എന്താണോ അതിനെ പറയുന്നതാണ് നമ്മൾ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഒരു ഡേറ്റാബേസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് നമ്മൾ നോർമലൈസേഷൻ റൂൾസ് അപ്ലൈ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂൾസ് നമുക്കറിയാം. ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, എക്സെട്ര മുതലായിട്ടുള്ള നോർമലൈസേഷൻ റൂൾസ് എല്ലാം തന്നെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റാബേസിന് ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു ടോപ്പിക്കും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ദെൻ ബേസിക് ആയിട്ട് വരുന്ന ടോപ്പിക് ഇതാണ്, ഡേറ്റ ഇന്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പ് എന്താണെന്നുള്ളതാണ് പിന്നെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമാൻഡ്സ് ഇൻക്ലൂഡഡ് ആണ്. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, അതുപോലെ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡേറ്റ ഡെഫിനിഷൻ ആൻഡ് ഡേറ്റ മാനിപ്പുലേഷൻ നമുക്കറിയാം, ക്രിയേഷൻ, അതുപോലെ തന്നെ മാനിപ്പുലേഷനിൽ വരുന്നത് അപ്ഡേറ്റ്, ഓൾട്ടർ മുതലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ദെൻ DCL വരുന്നത് ഇതാണ്, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതിൽ നമുക്കറിയാം പ്രിവിലേജസ്, അതായത് ഓരോ യൂസർ ലെവലിനും അനുസരിച്ച് നമ്മൾ പ്രിവിലേജസ് കൊടുക്കും. ആ പ്രിവിലേജസിനെ നമുക്ക് ഗ്രാൻഡ് ചെയ്യാം. ഒരു യൂസറിന് ആ ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ യൂസറിന് വേറൊരു യൂസറിന് ആ ഒരു പ്രിവിലേജ് എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കും. സോ അത് വരുന്നതാണ് ഗ്രാൻഡ്, റിവോക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു DCL സ്റ്റേറ്റ്മെന്റ്സിൽ. പിന്നെ വരുന്നതാണ് പ്രൈമറി കീ, ഫോറിൻ കീ. അതായത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റാബേസിൽ ഏതെങ്കിലും ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ നമുക്ക് പ്രൈമറി കീ ആയിട്ടും ഫോറിൻ കീ ആയിട്ടും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇൻഡിസസ് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ആസിഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. ആസിഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ ഒരു എക്സ്പാൻഷൻ വരുന്നത് അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടീസ് ആണ്. അത് ട്രാൻസാക്ഷന്റെ കൺസ്ട്രെയിൻസ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കൺസിസ്റ്റന്റ് ആണ്, റിലയബിൾ ആണ് എന്നുള്ളതൊക്കെ ഈ ഒരു പ്രോപ്പർട്ടീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്കത് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ ടേബിളിന്റെ ജോയിനിങ്, അത് നമുക്കറിയാം, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡഡ്, നാച്ചുറൽ ജോയിൻ എന്നുള്ളതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജോയിനിങ് ഓഫ് ടേബിൾസ് എന്ന് പറയുന്നത്. ദെൻ അതിനെ റിഗാർഡ് ചെയ്ത് വരുന്നത് സബ് ക്വറീസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഡേറ്റാബേസിൽ. ദാറ്റ് ഈസ് സം, ആവറേജ്, മാക്സിമം, മിനിമം, കൗണ്ട്, എക്സെട്ര. ഇതെല്ലാം തന്നെയാണ് ഡേറ്റാബേസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് കാര്യമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു മോഡ്യൂൾസ് എല്ലാം തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നെറ്റ്വർക്കിംഗ്. ഓക്കെ, നമുക്കറിയാം എന്താണ് PSCയുടെ ഏതൊരു എക്സാം എടുത്തു നോക്കിയാലും ഈ ഒരു മോഡ്യൂള് മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ്. നമുക്കറിയാം ഇതിൽ ബേസിക് ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ആണ്. ദെൻ അതിന്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ ഒരു ക്ലയന്റ് ആൻഡ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ് എന്താണോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി എക്സാമ്പിൾ ഒരു പ്രോക്സി സെർവർ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇതായിട്ടുള്ള സെർവറിന്റെ കൺസെപ്റ്റ്, അതുപോലെ അതിന്റെ ഒരു ഫയർവാൾ സെർവർ ഉണ്ടെങ്കിൽ അതിനെ റിഗാർഡ് ചെയ്തിട്ട് വരുന്നത്. ദെൻ വീണ്ടും ഒരു DHCP സെർവറിന്റെ കൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
DHCP സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണ്. അതെപ്പോഴും എന്താണ് ചെയ്യുന്നത്, ഒരു നെറ്റ്വർക്കിനകത്ത് തന്നെയുള്ള IP അഡ്രസ്സിനെ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ദെൻ നെറ്റ്വർക്ക് ടോപ്പോളജീസ്, ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നെറ്റ്വർക്ക് ടോപ്പോളജീസ് നമുക്കറിയാം, മെഷർ, റിങ്, ബസ്, സ്റ്റാർ മുതലായിട്ടുള്ളതാണ് ടോപ്പോളജീസ് വരുന്നത്. എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിലെ അറേഞ്ച്മെന്റ് വരുന്നത് എങ്ങനെയാണോ അതിനെ സ്പെസിഫൈ ചെയ്യുന്ന ടോപ്പിക്കാണ് ഇത്. പിന്നെ കണക്ഷൻ ഓഫ് ഇന്റർ കണക്ഷൻ, അതായത് ഓരോ നെറ്റ്വർക്കും എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ള അതിന്റെ ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ലാൻ, വാൻ ആൻഡ് മാൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നെറ്റ്വർക്ക് കമ്പോണൻസ്. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെയാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് നമുക്കറിയാം മോഡം ആൻഡ് ഡീമോഡുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡം ഉണ്ട്. അതുപോലെ ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ, ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും ഇത് ഏത് ലെയറിലാണ് ഇത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ യൂസേജ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ അടുത്തത് നെറ്റ്വർക്ക് കേബിൾസ്. നമുക്കറിയാം ഫിസിക്കൽ ലെയറിൽ എന്നുള്ള OSI ലെയറിന്റെ ഫിസിക്കൽ ലെയറിലായിട്ട് എല്ലാം ട്രാൻസ്മിഷൻ മീഡിയം ആണ് വരുന്നത്. ടൈപ്പ് ഓഫ് കണക്ടിവിറ്റി ആണ് അവിടെ വരുന്നത്. ആൻഡ് ദിസ് നെറ്റ്വർക്ക് കേബിൾസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് കോയാക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർ കേബിൾ മുതലായിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ അതുപോലെ വരുന്ന കണക്ഷൻസ് എല്ലാം തന്നെ ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ്. അതുപോലെ വയർലെസ് നെറ്റ്വർക്കിൽ വരുന്ന ബ്ലൂടൂത്ത്, വൈഫൈ മുതലായിട്ടുള്ള കൺസെപ്റ്റുകളും അതുപോലെ ഏറ്റവും ബേസിക് ആയിട്ട് നെറ്റ്വർക്കിന്റെ പറയുമ്പോൾ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ISO OSIയുടെ 7 ലെയർ മോഡലാണ്. ആ ഓരോ മോഡലിനകത്തും എന്താണ് ഓരോ ഉള്ള ലെയേഴ്സ് 7 ലെയേഴ്സ് ഉണ്ട്. ആ ഓരോ ലെയറിലുള്ള ടൈപ്പ് ഓഫ് ഡേറ്റ അതുപോലെ അതിന്റെ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഏതാന്നുള്ളതും എല്ലാം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് നമുക്ക് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് TCP IP അതുപോലെ FTP ദെൻ ടെൽനെറ്റ് ഒക്കെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് കൺസെപ്റ്റ് ഓഫ് ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ്സസ് ഉണ്ട്. നമുക്കറിയാം ലോജിക്കൽ അഡ്രസ്സ്, ഫിസിക്കൽ അഡ്രസ്സ് എങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IP അഡ്രസ്സിന്റെ തന്നെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷനകത്ത് വരുമ്പോൾ ഒരു സെറ്റ് ഓഫ് ബിറ്റ്സിനെ നമ്മൾ സബ്നെറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ബിറ്റിനെ നമ്മൾ ഹോസ്റ്റ് നെറ്റ്വർക്ക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. അതിന്റെ എത്ര നമ്പർ ഓഫ് സബ്നെറ്റ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ടും എല്ലാം ചോദിച്ച് കാണാറുണ്ട്. സോ ഈ മോഡ്യൂൾ ജസ്റ്റ് ഒരു ബേസ് അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. സോ ഇതും 10 മാർക്സിനാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അതിന്റെ ഒരു സബ് മോഡ്യൂൾ ആയിട്ട് വരുന്നതാണ് ഇന്റർനെറ്റ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. വെബ്സൈറ്റ്, അതായത് www എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വേൾഡ് വെബ്സൈറ്റിന്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്ന എന്താണ് കൺസെപ്റ്റ് ഓഫ് ഇന്റർനെറ്റ്. ഇത് വേൾഡ് വൈഡ് വെബ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള എന്താണ് ടോപ്പിക്സ് ആണ് പിന്നെ വരുന്നത്. വെബ് ബ്രൗസേഴ്സ് അതുപോലെ തന്നെ ഇന്റർനെറ്റ് സെർവേഴ്സ്, സെർച്ച് എഞ്ചിൻസ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ദെൻ ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം നമുക്കറിയാം DNS എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ നെയിമിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ് അതിന്റെ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഹൈറാർക്കി വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമ്മളിവിടെ ഈ ഒരു സബ് മോഡ്യൂളിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൺസെപ്റ്റും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ലാസ്റ്റ് ലൈൻ ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു വീഡിയോ ചാറ്റിംഗ് ടൂൾസ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ് ആണ്. മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബട്ട് ഇൻ ഡെപ്തിൽ ആ ടോപ്പിക് എന്താണെന്നും അതിന്റെ ഫീച്ചർ എന്താണെന്നും അഡ്വാൻറ്റേജസ് ആൻഡ് അതിന്റെ യൂസേജ് എന്താണെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. വീഡിയോ ചാറ്റിംഗ് ടൂൾസ് എല്ലാം നമുക്കറിയാം ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളാണ്. അതിന്റെ എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പം ഓൺലൈൻ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നതും ക്ലാസ് ലെക്ചേഴ്സ് നടക്കുന്നതും ഒക്കെ നമുക്കറിയാം. സൂം അതുപോലെ ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീംസ് മുതലായിട്ടുള്ള ടൂൾസ് ഒക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ സ്പെഷ്യാലിറ്റീസും ഫംഗ്ഷൻസും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഈ മോഡ്യൂളിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 7th മോഡ്യൂൾ ആണ് വെബ് ഡിസൈൻ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം വെബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെബ് പേജസ് ആണ് ഓർമ്മ വരുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാറ്റിക് പേജസ് ഉണ്ട്, ഡൈനാമിക് പേജസ് ഉണ്ട്. സ്റ്റാറ്റിക് പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് ആ പേജിന്റെ വാല്യൂസ് മാറാതെ നിൽക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഡൈനാമിക് ആയിട്ട് യൂസർ ഇൻപുട്ടിനനുസരിച്ച് വാല്യൂസ് മാറുകയും വെബ് പേജ് നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ HTML ടാഗ്സ് ഉണ്ട്, വേരിയസ് ടാഗ്സും ഉണ്ട്. ദെൻ ആ HTML ടാഗ്സ് എല്ലാം തന്നെ അതിന്റെ യൂസേജ് ഏതാണെന്നും ഓരോ യൂസ് കേസിനനുസരിച്ച് ഏത് ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൺസെപ്റ്റ് ഓഫ് ഡിഫറെന്റ് കൺട്രോൾ
കൺസെപ്റ്റ് ഓഫ് ഡിഫറെന്റ് കൺട്രോൾസ് യൂസ്ഡ് ഇൻ വെബ് പേജസ്. ആ ഓരോ വെബ് പേജസിനും നമുക്ക് എങ്ങനെയാണ് കൺട്രോൾസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് നമുക്ക് HTML ഒരു CSS ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ഓപ്പൺ സോഴ്സ് CMS എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതായത് CMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ്. അതിന്റെ നെയിം ആണ് ജൂംല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CMS ടൂളിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്യാനും അതുപോലെ ഓൺലൈൻ ആയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ദെൻ അതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് വേർഡ് പ്രസ് എന്നുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വെബ് ഓതറിംഗ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഇത്രയേ ഉള്ളൂ. വെബ് ഓതറിംഗ് ടൂൾസ് നമുക്ക് ഓരോ വെബ്സൈറ്റിനെ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. അതായത് നമ്മൾ എന്താണോ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കാണുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു മീനിങ്ങിൽ വരുന്ന ഒരു ഓതറിംഗ് ടൂൾസ് ആണ് കമ്പോസർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഫ്രണ്ട് പേജ് മുതലായിട്ടുള്ള ടൂൾസ് എല്ലാം തന്നെ ഇതിൽ കൺസെപ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ബേസിക് ആയിട്ട് ഒരു വെബ് പേജ് ഡിസൈനിങ്ങിന് ഓർത്തിരിക്കേണ്ട ടെക്നിക്സും കാര്യങ്ങളും എന്തെല്ലാമാണെന്നുള്ളതും ഈ ഒരു മോഡ്യൂളിൽ ഷോർട്ട് ആയിട്ട് തോന്നുമെങ്കിലും ടാഗ്സും അതുപോലെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് കുറച്ച് ഡെപ്ത് ആയിട്ട് വരുന്ന ഒരു മോഡ്യൂളാണ്. ബട്ട് കൺസെപ്റ്റ് ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ജസ്റ്റ് ആ ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് അതിന്റെ പർപ്പസ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇതും 10 മാർക്സിനാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജാവാസ്ക്രിപ്റ്റ് വിച്ച് ഈസ് എ കൈൻഡ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന പോലെയും ഇത് എന്താണ്, അതിന്റെ ബേസ് തൊട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അതുപോലെ എന്തുകൊണ്ടാണ് ഒരു വെബ് സെർവേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ എന്നൊക്കെ ഉള്ളതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന്റെ ബേസിക്സ് ആയിട്ട്, അപ്പോൾ നമുക്കറിയാം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ബേസിക്സ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ ടൈപ്പ്, വേരിയബിൾ, കോൺസ്റ്റൻസ്, അതുപോലെ ഡേറ്റ ടൈപ്സിന്റെ തമ്മിലുള്ള കൺവേർഷൻസ് എന്തൊക്കെയാണ് അതെല്ലാം തന്നെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് എന്താണ് അരിത്തമെറ്റിക്, കമ്പാരിസൺ, അതുപോലെ അതിന്റെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനുള്ള പ്രിസിഡൻസ് എന്തൊക്കെയാണ് മുതലായിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം തന്നെ ഈ ഒരു ജാവാസ്ക്രിപ്റ്റിനകത്ത് അറിയേണ്ടതുണ്ട്. പിന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, അതുപോലെ അതിൽ വരുന്ന ഒരു ഡേറ്റ ടൈപ്പ് അറേസ്, അതുപോലെ വരുന്ന അതിന്റെ കൺസെപ്റ്റ് ടൈപ്പ് എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതുപോലെ തന്നെ സ്ട്രിങ്, മാത്ത്, ഫങ്ഷൻസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും അത് നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഈ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഫങ്ഷൻസും ബിൽട്ട് ഇൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പോപ്പപ്പ് ബോക്സുകളുണ്ട്, ആ ബോക്സുകളുടെ കൺസെപ്റ്റ് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഫൈനലി ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എങ്ങനെയാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നത്, അതെല്ലാം അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ്സും എല്ലാം തന്നെ ഈ ഒരു മോഡ്യൂളിൽ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതും 10 മാർക്സിനാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 9th മോഡ്യൂൾ ഈസ് ഇ-കൊമേഴ്സ്. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങൾ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്റ്റീവ്, ഒരു ഇന്റർനെറ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു സബ്ജക്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെ മോഡ്യൂളാണ് ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്താണ് ആ ഒരു ഇ-കൊമേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, വളരെ ഈസി ആയിട്ടുള്ള മോഡ്യൂളാണ്. ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അതിന്റെ ബേസിക്കും, അതുപോലെ ഈ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ്, അതുപോലെ പേയ്മെന്റ് ഗേറ്റ്വേസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ ഈ മോഡ്യൂളിൽ നിന്ന് ഷോർട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ഒരു 10 മാർക്സ് ആണ് ഈ മോഡ്യൂളിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് PSC. സോ അതിനനുസരിച്ച് നമ്മൾ ടോപ്പിക് കവർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് മോഡ്യൂൾ ഈസ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ എൻഡിൽ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ത്രെറ്റുകൾ വരും. സോ അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ഉള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺസെപ്റ്റുകളാണ് ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതിനായിട്ട് തന്നെ നമ്മുടെ ഇൻഫർമേഷൻ എത്രത്തോളം വൾണറബിൾ ആണ്, അതായത് ഒരു ത്രെറ്റ് വരാൻ എത്രത്തോളം എന്താണ് നമ്മുടെ സെക്യൂരിറ്റി എത്രത്തോളം റിസ്കിലാണ്
നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് സൈബർ സെക്യൂരിറ്റിയിൽ പറയുന്നത്. ആൻഡ് ഇതിനകത്ത് എന്താണ് ഡയറക്ടറി സർവീസസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആക്സസ് കൺട്രോൾ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ദെൻ ഫൈനലി നമ്മുടെ ജനറൽ PSCക്ക് പോലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ടു IT ആക്ട്. അത് ഏതാണെന്നുള്ളതും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈബർ ക്രൈംസും ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർലി ഈ ഒരു മോഡ്യൂളിൽ വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇപ്പൊ സെക്യൂർ സോക്കറ്റ് ലെയർ മുതലായിട്ടുള്ള നമ്മുടെ പ്രോട്ടോകോൾസ് എല്ലാം തന്നെ സെക്യൂർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന പ്രോട്ടോകോൾസിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല സെക്യൂർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വരാൻ സാധിക്കുന്ന ത്രെറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസും കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിലെ കൺസെപ്റ്റിൽ വരുന്നത്. സോ ഇതും 10 മാർക്സിനാണ് PSC സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി സിലബസ് ഡിസ്കഷൻ. സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിന് നമുക്ക് എന്താണ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും, ഈസി ആയിട്ട് തന്നെ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയും എൻക്വയറി ചെയ്യുകയും ചെയ്യേണ്ടതാണ്. തിയറി നല്ല രീതിയിൽ മനസ്സിലാക്കി കൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാണെങ്കിൽ നമുക്ക് ഈ എക്സാം ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്. താങ്ക് യു.